നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 11 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയും ജാഗ്രതയും പാലിച്ചില്ല എങ്കിൽ വലിയ ചതിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ദഹനക്കേട് ഒഴിവാക്കുന്നതിനായി ലഘുഭക്ഷണം മാത്രം ശീലിക്കുക. പണമിടപാടുകളിൽ കരുതലോടെ മാത്രം മുന്നോട്ടു പോകുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ വളരെ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ യോഗം കാണുന്നു. മികച്ച ഭക്ഷണ സുഖവും ജോലിയിൽ അർഹമായ സ്ഥാനക്കയറ്റവും ലഭിക്കും. കുടുംബജീവിതത്തിൽ തികഞ്ഞ സമാധാനവും ശുഭകരമായ കാര്യങ്ങളും അനുഭവത്തിൽ വരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. അനുകൂലമായ ബുധയോഗമുള്ളവർക്ക് വലിയ ഗുണഫലങ്ങൾക്ക് ലഭിക്കും. ഈ ബുദ്ധിപരമായ ഊർജ്ജം ക്രിയാത്മകമായി ഉപയോഗിച്ചില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് കടുത്ത ഉറക്കക്കുറവും ഓർമ്മപ്പിശകും നേരിടേണ്ടി വരും. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കുന്ന സമയമായതിനാൽ നിയന്ത്രണം വേണം. കർക്കിടകം രാശി പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉദ്യോഗമാറ്റം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും തേടിയെത്തും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സർക്കാർ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. ഗവൺമെന്റ് ആനുകൂല്യങ്ങൾക്കായി നൽകിയ അപേക്ഷകളിൽ അനുകൂല തീരുമാനമുണ്ടാകും. ബിസിനസ്സിൽ വലിയ പുരോഗതിയും വ്യവഹാരങ്ങളിൽ പൂർണ്ണ വിജയവും സ്വന്തമാക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ധനപരമായ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. എങ്കിലും വ്യക്തിബന്ധങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ കർശനമായ അതിരുകൾ സൂക്ഷിക്കുക. അശ്രദ്ധ തെറ്റായ ആരോപണങ്ങൾക്കും കടുത്ത മനപ്രയാസത്തിനും കാരണമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വാത കഫ രോഗങ്ങൾക്കും അലർജിക്കും സാധ്യതയുള്ളതിനാൽ തണുത്ത ഭക്ഷണ പാനീയങ്ങൾ കർശനമായി ഒഴിവാക്കുക. ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക രേഖകളിൽ തികഞ്ഞ സ്വകാര്യത പുലർത്തുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. തൊഴിൽ വിജയവും ഉന്നത സ്ഥാനപ്രാപ്തിയും സ്വന്തമാക്കാം. സർക്കാരിൽ നിന്ന് വലിയ ഗുണാനുഭവങ്ങളും സമൂഹത്തിൽ കീർത്തിയും ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വളരെ കാലമായി ശത്രുതയിലായിരുന്നവർ പിണക്കം മാറി ഒന്നിക്കാൻ സാധ്യത കാണുന്നു. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും വലിയ ധനലാഭവും കൈവരും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സന്താനങ്ങളുടെ പ്രവർത്തികൾ മൂലം ചില ക്ലേശാനുഭവങ്ങൾ ഉണ്ടായേക്കാം. ശനി ഭഗവാന്റെ സ്വഭാവമായ അങ്ങേയറ്റത്തെ ക്ഷമയും സംയമനവും ശീലിക്കുന്നത് പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ശത്രുഭയം അലട്ടാൻ സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദരരോഗങ്ങൾക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾക്കും സാധ്യതയുള്ളതിനാൽ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ബന്ധുജനങ്ങളിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരാൻ ഇടയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ തേടിയെത്തും. വ്യാപാര വ്യവഹാര വിജയവും ധനലാഭവും ഉന്നത സ്ഥാനലബ്ധിയും സ്വന്തമാക്കാം. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും സമയം ചെലവഴിക്കുവാനും അവസരമുണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.